ശ്രീ സി ആർ നീലകണ്ഠൻ, ഈ ആർക്കും മനസ്സിലാകുന്ന ലളിതമായ ഭാഷയിലാണല്ലോ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് വാർത്താക്കുറിപ്പിൽ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുള്ളത് എന്ന് ജയ്ക്ക് ഒരു ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു. വളരെ ലളിതമായ കാര്യങ്ങൾ താങ്കൾ എങ്ങനെയാണ് ഈ വാർത്താക്കുറിപ്പ് വായിച്ച് മനസ്സിലാക്കിയത് ശ്രീ സി ആർ നീലകണ്ഠൻ? അതായത് മുഖ്യമന്ത്രി ഇടപെട്ട് പി വി അൻവറിനെ പരസ്യമായി തള്ളുന്നത് വരെ കാത്തിരിക്കേണ്ടി വന്നു ഈ പരസ്യ പ്രതികരണങ്ങളിൽ നിന്ന് അൻവറിനെ വിലക്കാൻ. എന്തുകൊണ്ടാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന് അൻവറിന് മുന്നിൽ ഒരു അഭ്യർത്ഥന വെക്കേണ്ടി വന്നത്? ഒന്നാമത്തെ കാര്യം, എനിക്ക് ജയ്ക്ക് വളരെ അച്ചടി ഭാഷയിൽ പറയുമ്പോൾ, അച്ചടി ഭാഷ പറഞ്ഞു എനിക്ക് അങ്ങനെ ശീലമില്ല. നമ്മൾ ചർച്ചകളിൽ അങ്ങനെ പറയാൻ എനിക്കിഷ്ടമല്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ പാരമ്പര്യത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, ഇന്നിപ്പോൾ 21 ദിവസമായി അൻവറിൻ്റെ ആദ്യത്തെ പത്രസമ്മേളനം. ഗോപീഷ്ണ ഓർക്കുണ്ടാവും, നിങ്ങളുടെ ചാനൽ മാത്രമല്ല CPMൻ്റെ ഔദ്യോഗിക ചാനലായ കൈരളി ചാനൽ വരെ ലൈവായി അൻവറിൻ്റെ പത്രസമ്മേളനം റിപ്പോർട്ട് ചെയ്ത കാര്യം മറക്കരുത്. ലൈവായി, മാപ്രകൾ എന്ന് ഇനി പറയേണ്ട. അൻവറിൻ്റെ ആദ്യത്തെ പത്രസമ്മേളനം ഞാൻ കാണുന്നത് കൈരളി ചാനലിലാണ്. കൈരളി ചാനൽ സ്വതന്ത്ര ചാനലാണെന്ന് ജയ്ക്കിന് വേണ്ടി വാദിക്കാം. പക്ഷേ നമുക്കറിയാലോ എന്താ അതിൻ്റെ സംഗതി. അന്ന് വരേണ്ട CPMൻ്റെ പ്രസ്താവനയായത് അന്ന് വരണം. എന്താ കാര്യം? 20 ദിവസം ചലബലയായി അൻവർ തനിക്ക് പറയാവുന്ന മുഴുവൻ കാര്യവും പറഞ്ഞിട്ടും അന്നൊന്നും പറയാതെ, നേരത്തെ ശബരിനാഥൻ ചോദിച്ചതിൻ്റെ ഒരു അടുത്ത ഭാഗമാണത്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം അങ്ങനെയാണോ? മുഖ്യമന്ത്രിയാണോ കാര്യങ്ങൾക്ക് മറുപടി പറയുക? അതോ ഇപ്പോൾ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട്, പി ശശിയെ പാർട്ടി നിയോഗിച്ചതാണ്, മാതൃകാപരമായാണ് പി ശശി പ്രവർത്തിക്കുന്നത്. ഇതാദ്യം പറയേണ്ടത് മുഖ്യമന്ത്രിയല്ല, പാർട്ടി നിയോഗിച്ച പാർട്ടി സെക്രട്ടറിയും സെക്രട്ടേറിയറ്റുമാണ്. ഇപ്പോൾ ശശിയുടെ പേരിൽ ഒരു ആരോപണം വന്നാൽ സെക്രട്ടേറിയറ്റ് പറയണം, എടോ ഇങ്ങനെയല്ല, ഞങ്ങൾ നിയോഗിച്ച ആൾ ഞങ്ങൾ സൂപ്പർവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ശശി ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ തിരുത്തും, ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല, ഞങ്ങളുടെ വിശ്വാസം, അൻവർ ഇനി മിണ്ടരുത് എന്ന് 21 ദിവസം മുമ്പ് പറഞ്ഞിരുന്നുവെങ്കിൽ ഷേക്ക് നേരത്തെ പറഞ്ഞ അച്ചടി ഭാഷയിൽ പറഞ്ഞ പാർട്ടി അച്ചടക്കത്തിൻ്റെ സ്വതന്ത്ര MLA കഥയൊക്കെ ഞാൻ സമ്മതിക്കുമായിരുന്നു. ഇതെപ്പോഴാണ് പറഞ്ഞത്? ഈ പാർട്ടിക്ക് ഇപ്പോൾ ഒരു സംഘടനയുമില്ല, ഒരാളേ ഉള്ളൂ, ഒരു നേതാവേ ഉള്ളൂ. ആ നേതാവ് പറയുന്നത് വരെ മിണ്ടാൻ ധൈര്യമില്ലാത്ത ഒരു സെക്രട്ടേറിയറ്റും ഒരു കമ്മിറ്റിയും അതിൻ്റെ സെക്രട്ടറിയും LDF കൺവീനറും വലിയ പോളിറ്റ് ബ്യൂറോ ഒക്കെ ഉണ്ട് ഇവിടെ. ഒരാൾ മിണ്ടിയില്ല അൻവറിനെതിരെ. മിണ്ടിയില്ല എന്ന് മാത്രമല്ല, അൻവർ ഉന്നയിച്ച കാര്യങ്ങൾ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും കേരളത്തിൽ ചപ്പ് ചവറ് ചർച്ച ചെയ്ത് ഗവൺമെൻറ്റിനും പാർട്ടിക്കും ഉണ്ടാക്കാവുന്ന മുഴുവൻ ദോഷങ്ങളും ഉണ്ടാക്കി കഴിയാൻ വെയിറ്റ് ചെയ്ത് 20ാമത്തെ ദിവസം മുഖ്യമന്ത്രി പറയുന്നു. മുഖ്യമന്ത്രി പറഞ്ഞതോടുകൂടി നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും ജീവൻ വയ്ക്കണം. രണ്ടാമത്തെ കാര്യം, ഞാൻ ശബരിനാഥനോട് വിയോജിക്കുന്നത്, ഞാൻ അൻവറിനെ അങ്ങനെ വിസിൽ ബ്ലോവറായിട്ടൊന്നും കാണുന്നില്ല. ഞാൻ കാണാതിരിക്കുന്ന വേറൊരു കാരണം കൊണ്ടാണ്. ഈ അൻവറിനെതിരെ എത്ര ഹൈക്കോടതി വിധികളുണ്ട് കേരളത്തിൽ? അയാൾ കയ്യേറ്റം ഒഴിപ്പിക്കാൻ, അയാളുടെ നിർമ്മാണം പൊളിക്കാൻ, മറ്റേ തടയണ പൊളിക്കാനൊക്കെ ഹൈക്കോടതി ഉത്തരവ് പല പ്രാവശ്യം വന്നിട്ട് കളക്ടർ അവിടെ വരെ ചെന്നിട്ട് തിരിച്ചു പോന്നിട്ടുണ്ട്. അത് അൻവറിനെ കണ്ട് ഭയന്നിട്ടല്ലല്ലോ. കേരളം ഭരിക്കുന്ന ഈ പറയുന്ന ജയ്ക്ക് പറയുന്ന നിയമം പാലിക്കുന്ന മുഖ്യമന്ത്രിയെ കണ്ടിട്ടല്ലേ. അൻവറിനെതിരെ എത്ര കേസുണ്ട്? അൻവർ കാരശ്ശേരി മാഷയെ ആക്രമിച്ചതിന് വരെ കേസുണ്ട് അൻവറിൻ്റെ ഗുണ്ടകൾ. ഞാൻ പറഞ്ഞു വന്നത് ആ കേസ് ഉണ്ട് അവിടെ. പ്രശ്നം അതല്ല. പ്രശ്നം ഏറ്റവും പ്രധാനം എന്താ? അൻവർ ഒരു കാലത്തും ഇനി മുമ്പോട്ട് പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അൻവറിനറിയാം, അൻവർ മുമ്പോട്ട് പോയാൽ അൻവറിൻ്റെ പേരിലുള്ള കേസുകളും വരും. ഇതാണ് ഒത്തു തീർപ്പ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ കുഴൽപ്പണ കേസ് ഒത്തുതീർക്കുന്നു വേറൊരു കേസുമായിട്ട്, ഈ കേസ് ഒത്തുതീർക്കുന്നു മറ്റേ കേസുമായിട്ട്. അങ്ങനെ ഇതൊരു സംഗതിയാണ്. രണ്ട് ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള പോരാട്ടത്തിൽ അൻവർ ഒരു പക്ഷത്ത് നിൽക്കുന്നു. അൻവറിൻ്റെ പ്രശ്നം എന്താ എനിക്കറിയില്ല. അയാൾക്ക് മന്ത്രിസ്ഥാനം കിട്ടാത്തതാണോ അതോ വേറെ എന്തെങ്കിലും പ്രശ്നമാണോ? മുഖ്യമന്ത്രി എന്നെ പറയുന്ന പോലെ സ്വർണ്ണക്കടത്ത് റാക്കറ്റ് അയാളുടെ പിന്നിലുണ്ടോ? എനിക്കിതൊന്നും അറിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഭീഷണിപ്പെടുത്തുന്ന ഒരു, അതായത് പരോക്ഷമായി ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടെന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത്? കാരണം സ്വർണ്ണക്കടത്തുകാർക്ക് വേണ്ടിയാണോ അൻവർ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്ന് മാധ്യമപ്രവർത്തകർ മുഖ്യമന്ത്രിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞത്, അങ്ങനെ ഒരു സംശയമുണ്ടെങ്കിൽ അത് നിങ്ങൾ പറയണം, എൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കണ്ട എന്നാണ്. അതായത് അത് തള്ളുകയല്ല, മറിച്ച് നിങ്ങളത് പറയൂ അങ്ങനെ ഉണ്ടെങ്കിൽ എന്ന് അൻവറിനെ വീണ്ടും സംശയത്തിന് നിഴലിൽ നിർത്തുന്ന തരത്തിലുള്ള പ്രതികരണമായിരുന്നു മുഖ്യമന്ത്രി നടത്തിയത്. ഇവിടെ താങ്കൾ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി തള്ളിപ്പറയാൻ വേണ്ടി കാത്തു നിൽക്കുന്നു ഒരു പാർട്ടി സംവിധാനം ആകെ അൻവറിനെ തള്ളിപ്പറയാൻ. അതും അഭ്യർത്ഥനയാണ് സെക്രട്ടേറിയറ്റിന്റെ, ഇതുവരെ ഇല്ലാത്ത രീതിയിൽ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭീഷണിപ്പെടുത്തി നിൽക്കുന്നു ഈ വിഷയത്തിൽ എന്നാണോ? ഞാൻ അതിലേക്ക് വരാം. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അൻവർ ചെയ്ത എല്ലാ കൊള്ളരുതായ്കൾക്കും
ഈ PV കൂടെ നിന്നാൽ ആ PV രക്ഷപ്പെടും എന്ന രൂപത്തിലാണ് മുഖ്യമന്ത്രി കണ്ടത്, ഈ ഗവൺമെന്റ് കണ്ടത്. ഇപ്പോൾ അൻവർ തിരിച്ചു വന്നിരിക്കുന്നു. അൻവറിന്റെ എന്തോ വ്യത്യാസമുണ്ട്. ഇപ്പോൾ സ്വർണ്ണക്കടത്താണോ എന്ന് എനിക്കറിയില്ല. അൻവറിന്റെ പിന്നിൽ സ്വർണ്ണക്കടത്തിന്റെ നീ മുഖ്യമന്ത്രി പറഞ്ഞില്ലയോ എന്നിരിക്കട്ടെ. ADGPയുടെ പത്രസമ്മേളനം നിങ്ങൾ ADGP പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. സ്വർണ്ണക്കടത്തുകാർക്ക് ബുദ്ധിമുട്ടുണ്ടായപ്പോഴാണ് അൻവർ ഇറങ്ങിയതെന്ന് ADGP, മുഖ്യമന്ത്രിയല്ല. അപ്പോൾ ADGP അങ്ങനെ പറയാതിരിക്കില്ലല്ലോ. ഇനി ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ നേരത്തെ ചോദിച്ചില്ലേ, അന്വേഷണം എന്തൊരു തമാശയാണത്. രാം മാധവനെയും ദത്തത്രേയെയും ADGP കണ്ടതിൽ എങ്ങനെയാണ് DGP അന്വേഷിക്കുക? എന്തായാലും എങ്ങനെയായാലും നിയമപരമായി തെറ്റ് പറയാൻ പറ്റുക? നിയമപരമായി തെറ്റല്ലല്ലോ, രാഷ്ട്രീയമായി തെറ്റല്ലേ. പൂരം കലക്കിയത് ഏതെങ്കിലും ഒരു SP പേരിലിട്ട് ആ SPക്ക് എന്തോ ഒരു ചെറിയ തെറ്റ് പറ്റി, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ തൃശ്ശൂർക്കാരൻ കൂടിയായ എനിക്ക് അതങ്ങനെ കാണാൻ പറ്റില്ല. കാരണം ആ പൂരം കലക്കിയതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് എന്ന് ഞാൻ മാത്രമല്ല ഈ പറഞ്ഞതുപോലെ പറഞ്ഞു. ഇന്നിപ്പോൾ ആനി രാജയുടെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ട്, നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. 40 വണ്ടികളോടുകൂടി ഇദ്ദേഹം ഇത്രയും വലിയ ധാർഷ്ട്യം കാണിക്കുമ്പോൾ പറയാതിരുന്ന പാർട്ടി ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞിട്ട് എന്താ കാര്യം എന്നാണ് ആനി രാജ ചോദിക്കുന്നത്. ആനി രാജ ഈ ജയ്ക്ക് തന്നെ പറഞ്ഞ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും ശക്തിയായ നേതാവാണ്. രാഹുൽ ഗാന്ധിക്കെതിരെ അതിനീചമായ ഭാഷയിൽ DNA പരിശോധിക്കണമെന്ന് അൻവർ പറഞ്ഞപ്പോൾ എന്താ ശബരിനാഥ് പറയാണ്ടിരുന്നറിയില്ല, അതിനെ സപ്പോർട്ട് ചെയ്ത ആളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. ഞാൻ പറഞ്ഞു വന്നത്, ഇത് നമ്മൾ പരസ്പരം സഹകരിച്ചാൽ നമുക്ക് രണ്ടുപേർക്കും നല്ലത്, അല്ലെങ്കിൽ രണ്ടുപേർക്കും ദോഷമാണ് എന്നാണ് ആ പത്രക്കുറിപ്പിൽ. അതുകൊണ്ടാണ് അതിൽ അപേക്ഷ വന്നത്. കാരണം അപേക്ഷ അല്ലാണ്ട് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇതിന് അപേക്ഷ ഞാൻ പറയും 20 ദിവസം മുമ്പ് വരേണ്ട ഒരു പത്രക്കുറിപ്പാണിത്. അൻവർ മിണ്ടരുത്, അൻവർ പറയാൻ പാടില്ല എന്ന് പറയാൻ കഴിയണം. എന്തുകൊണ്ട് 20 ദിവസം മുമ്പ് വന്നില്ല എന്നുള്ളൊരു ചോദ്യം. ഇനി അൻവറിനെ കൊടുക്കാൻ വളരെ എളുപ്പമാണ്. അതാ ഞാൻ പറഞ്ഞാൽ വന്നത്. അൻവറിന് പെടാൻ വളരെ എളുപ്പമാണ്. പിന്നെ അൻവറിന് ഇപ്പോൾ UDFിലേക്ക് പോകാൻ പറ്റുമോ, LDFിലേക്ക് പോകാൻ പറ്റുമോ, അതൊന്നും എനിക്കറിയില്ല. വേറെ ഏതെങ്കിലും പാർട്ടിക്ക് പോകാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അതിൻ്റെ രാഷ്ട്രീയത്തിൽ എനിക്ക് താല്പര്യവുമില്ല. ഞാൻ പറയുന്നത്, ഈ അൻവർ എനിക്കെതിരെ എത്ര എഴുതിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. എനിക്കെതിരെ ഗോപീഷ്ണൻ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. അൻവറും അൻവറിൻ്റെ കടന്നൽ കൂട്ടങ്ങളും അതിശക്തമായി ആക്രമിക്കപ്പെട്ട ഒരാളാണ് ഞാൻ. കാരണം ഇയാളുടെ തടയണ കാണാൻ പോയി എന്നുള്ളതാ പ്രശ്നം. അപ്പോൾ പ്രശ്നം എന്താ? ഇവിടെ രണ്ടുപേരും പരസ്പര സഹായ സംഘങ്ങളായി നിൽക്കുന്നു. അതിലൊരു അടി ഉണ്ടാവുന്നു. അടി ഉണ്ടാവുമ്പോൾ ഇത് സാധാരണ നമ്മുടെ ബോംബെയിലെ അധോലോക ഗ്യാങ്ങുകൾ തമ്മിൽ തർക്കമുണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും? അതിലൊരു ഗ്യാങ് മറ്റേ ഗ്യാങ്ങിനെ ഒറ്റിക്കൊടുക്കും, ഈ ഗ്യാങ് ഇതിനെ ഒറ്റിക്കൊടുക്കും. ഇപ്പോൾ ഇവിടെ രക്ഷപ്പെടാൻ ഒരു വഴി. ഇനിയിപ്പോൾ അൻവർ മിണ്ടാതിരുന്നു എന്ന് വയ്ക്കുക. ഞാൻ MN വിജയൻ മാഷ്ട പഴയ ഒരുപാട് ആവർത്തിച്ചിട്ടുള്ള ഒരു കമൻ്റ് ഉണ്ടല്ലോ, ചോദ്യം ചോദിച്ച കുട്ടി അവിടെ അടക്കിയിരുത്തുകയോ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുകയോ ചെയ്താലും ചോദ്യം ക്ലാസ്സിൽ ഉണ്ടാവുമല്ലോ. ചോദ്യം ഇവിടെ ജനങ്ങളുടെ മുമ്പിൽ ഉണ്ടല്ലോ. ആ ചോദ്യമാണ് ഉത്തരം പറയേണ്ടത്. ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനമോ ജയ്ക്കിനെ പോലെ ഒരാളുടെ അച്ചടി ഭാഷയോ പോരാ. അതിന് മറുപടി പറയണമെങ്കിൽ രാഷ്ട്രീയമായി മറുപടി പറയണം. ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ, നിങ്ങളിപ്പോൾ ശബരിനാഥ് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞില്ലേ, സോഷ്യൽ മീഡിയയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം അതിശക്തമായി ഇടപെട്ട നിരവധി ഹാൻഡലുകൾ ഇപ്പോൾ നേരെ മുഖ്യമന്ത്രിക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ടിരിക്കുന്നു. ശ്രദ്ധിക്കുക. ഇത് ജയ്ക്കിനോട് ഞാൻ പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അങ്ങനെ തകരാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ്. അവരൊക്കെ ഇതിനെ പിന്തുണച്ച ആളുകൾ, CPI ആളുകളടക്കം, സ്വതന്ത്രമായി ഇതിനെ പിന്തുണയ്ക്കുന്ന ആളുകളടക്കം നിരവധി പേർ, ഞാൻ പേരൊന്നും പറയുന്നില്ല, നമുക്കൊക്കെ അറിയാം, അവർ വരെ മുഖ്യമന്ത്രിക്കെതിരെ വിരൽ ചൂണ്ടുന്നു. മുഖ്യമന്ത്രി ഏകാധിപതിയായിരുന്നു കൊണ്ട് ശശിയെപ്പോലെ ADGP അജിത് കുമാറിനെ പോലെ ആളുകളെ സംരക്ഷിക്കുന്നു. ഇനി ശക്തമായ നടപടി എടുക്കുന്നൊക്കെ എനിക്ക് കേട്ടിട്ട് ചിരിയാ വരുന്നത്. ആർക്കെതിരെയാണ് ശക്തമായ നടപടി എടുക്കുന്നതെന്നാ? പാർട്ടിക്ക് വേണ്ടാത്ത ആളുകളാണെങ്കിൽ നടപടിയെടുക്കും. പാർട്ടിക്കെന്നല്ല, ഈ പറഞ്ഞ ഒരു ഗ്രൂപ്പിനും ക്ലിക്കിനും വേണ്ട ആളുകളാണെങ്കിൽ പൂർണ്ണമായി സംരക്ഷിക്കും. കേരളത്തിൽ പോലീസാണെങ്കിലും ഉദ്യോഗസ്ഥരാണെങ്കിലും പൂർണ്ണമായി സംരക്ഷിക്കുന്നുള്ള എനിക്ക് 100 അനുഭവങ്ങളുണ്ട് ഗോപികൃഷ്ണ, 100 അനുഭവങ്ങൾ. എത്ര പരാതികൾ പോലീസുകാർക്കെതിരെ പോയിട്ടുണ്ട്, എന്തെല്ലാം പരാതികൾ പോയിട്ടുണ്ട്, എന്തെല്ലാം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എത്ര പേർ ഒരു സസ്പെൻഷൻ കിട്ടും. ഒരു സസ്പെൻഷൻ കിട്ടിയാൽ സസ്പെൻഷൻ ഒരു ശിക്ഷയല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇത് ഞാൻ വിമർശനാത്മകമായി പറയുന്നത്, തീർച്ചയായും ഇത് ഇടതുപക്ഷ വേദികൾ, ഇടതുപക്ഷത്തിൻ്റെ ജനങ്ങൾക്കിടയിൽ, അതിൻ്റെ പ്രവർത്തകർക്കിടയിൽ, അതിൻ്റെ അനുഭാവികൾക്കിടയിൽ വലിയ തോതിലുള്ള കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. ആ കൺഫ്യൂഷൻ അൻവർ ഇനി മിണ്ടാതിരുന്നത് കൊണ്ടോ മുഖ്യമന്ത്രി ശക്തമായി പറഞ്ഞത് കൊണ്ടോ പാർട്ടി സെക്രട്ടേറിയറ്റ് കുറിപ്പിറക്കിയത് കൊണ്ടോ ഒന്നും മാറാൻ പോകുന്ന കാര്യമാണെന്ന് എനിക്ക്